ഷിംജിത മുസ്തഫയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഷിംജിത മുസ്തഫ ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ പറയും. ഇക്കഴിഞ്ഞ ജനുവരി 17 കോഴിക്കോട് സ്വദേശിയായ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ റീൽസ് താരമാണ് ഷിംജിത മുസ്തഫ. ഷിംജിത മുസ്തഫയ്ക്ക് സ്വന്തം വാഹനമുണ്ട്. സ്വകാര്യ ബസ്സിലൊന്നും അവർ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ല. സ്വന്തം വാഹനത്തിലാണ് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി റീൽസ് ഒക്കെ ചെയ്യുന്നത്. അവര് സ്വന്തം റീൽസിന് റീച്ച് ഉണ്ടാക്കാൻ, സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് റീച്ച് ഉണ്ടാക്കാനും ഫോളോവേഴ്സിനെ കൂട്ടാനും ചെയ്ത ഒരു നാടകത്തിന്റെ ഇരയായിരുന്നു ദീപക് എന്ന ചെറുപ്പക്കാരനാണെന്ന് കൊച്ചുകുട്ടികൾക്ക് അറിയാം. ഞാനീ പറയാൻ പോകുന്നത് ഷിംജിത അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് വെറുതെ ഒന്നും പറയില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. ഏകദേശം 6 മില്യണിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു. അപ്പോ ആ വീഡിയോയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും മനഃപൂർവ്വമുള്ള ഒരു ലൈംഗിക അതിക്രമമോ അങ്ങനെ ഒന്നും അവിടെ നടക്കുന്നില്ല. ഒരാൾ ബാഗ് ഉയർത്തുന്ന കൂട്ടത്തിൽ അയാളുടെ കൈമുട്ട് ഈ സ്ത്രീയുടെ ദേഹത്തെ സ്പർശിച്ചില്ല എന്ന തരത്തിൽ പോകുന്നുണ്ട്. അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഈ സ്ത്രീ പറയുന്നു അവരെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ആക്രമിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഷിംജിതയുടെ ആരോപണം. ആ ആരോപണത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ആ ആരോപണം നിലനിൽക്കുന്ന ആരോപണമാണ്. ഒരു സ്ത്രീ പറയുകയാണ് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരാൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, വേറെ തെളിവുകളൊന്നുമില്ല. അവരുടെ വാക്കാണ് പ്രധാനം. ആ മൊഴിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ഈ ദൃശ്യം പ്രചരിപ്പിച്ചതോടുകൂടി ഒരാൾ മരിച്ചു എന്നതാണ് യഥാർത്ഥത്തിലെ വസ്തുത. അയാൾ മരിക്കാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല. ഈ ദൃശ്യങ്ങൾ വരികയും അയാൾ ചെയ്യാത്ത, മനസാ വാച അറിയാത്ത ഒരു കുറ്റം അയാളുടെ തലയിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ 42-കാരനായ ചെറുപ്പക്കാരൻ ചെന്ന് മരിക്കുകയും ചെയ്യും. ഷിംജിതയുടെ ജാമ്യ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ജഡ്ജി അവധിയായതുകൊണ്ടാണ് നാളത്തേക്ക് മാറ്റിവെച്ചത്. ഷിംജിതയ്ക്ക് ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. ഷിംജിതയെ സംരക്ഷിച്ചുകൊണ്ട് ലീഗിന്റെ ചില ആളുകളും, മുസ്ലിം ലീഗിന്റെ ചില ആളുകളും, ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും രംഗത്തെത്തിയിരുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഷിംജിത എന്ന് പറയുന്ന യുവതി ഒരു യുവാവ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ കാണുമ്പോൾ കണ്ടവർക്ക് ബഹുഭൂരിപക്ഷ ആളുകളും 99.99% പേരും പറയുന്നു ഇതിനകത്ത് ലൈംഗികമായ യാതൊരു അതിക്രമവും നടന്നിട്ടില്ല എന്ന് പറയുകയും പോലീസ് കേസെടുക്കുകയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചില ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ, മുസ്ലിം ലീഗിലെ ചില ആളുകളും പറയുന്നത് ആ യുവതി പറയുന്നതാണ് ശരി, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവര് ഇത് വീഡിയോ എടുത്ത് കാണിച്ചത് അവർ നേരിട്ട അതിക്രമത്തെ തുടർന്നാണ് എന്ന് സമർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർ കൂടിയായിരുന്നു ഈ യുവതി എന്ന പരമാർത്ഥത നമ്മൾ മറന്നു പോകരുത്. സാമൂഹിക പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള യുവതിയാകണം ഇത്. അവർക്ക് സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചും നിയമവ്യവസ്ഥിതിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള സ്ത്രീയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതിയാണ്. അപ്പോൾ അവർക്കറിയാം അവരുടെ ശരീരത്തിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർ ബഹളം വെക്കും, അല്ലെങ്കിൽ ബസ് ജീവനക്കാരോട് പരാതി പറയും. ഇത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അവരുടെ തൊട്ട് സമീപത്ത് നിന്ന യുവതികൾ പോലും പറയുന്നു ഞങ്ങൾ അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ബസ്സിലെ യാത്രക്കാരോട് ചോദിച്ചു, ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. ബസ്സിലെ ജീവനക്കാരോട് ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും നടന്നെങ്കിൽ ഞങ്ങൾ അറിയണ്ടേ, ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുമല്ലോ. ഇത് അങ്ങനെയും നടന്നിട്ടില്ല. സ്വകാര്യ വാഹനത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വാഹനം മാത്രം ഉപയോഗിക്കുന്ന ആൾ അന്ന് പർപ്പസ്ഫുള്ളി തള്ളുള്ള ബസ്സിൽ കയറി ഒരു പുരുഷന്റെ പുറകിൽ പോയി നിന്ന് അയാൾ കാണാതെ അയാളുടെ വീഡിയോ ദൃശ്യങ്ങൾ, സെൽഫി വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചു എന്നത് വലിയ കുറ്റമാണ്. അവരെ ഇനി ആരൊക്കെ സംരക്ഷിക്കാൻ വന്നാലും അത് ജനകീയ കോടതിയിൽ ജനങ്ങളുടെ മനസ്സിൽ അവർ ചെയ്തത് 100% തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരിനി ജാമ്യം കിട്ടി പുറത്തു വരും. ഒരുപക്ഷെ ആളുകൾ അവർക്ക് സ്വീകരണം കൊടുക്കും. വീണ്ടും ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചെന്നിരിക്കും. അതൊക്കെ അവരുടെ സ്വകാര്യവും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളുമാണ്. ഞാൻ പറയുന്നത് ഈ കേസിന്റെ മെരിറ്റിലേക്കും ഡിമെരിറ്റിലേക്കുമാണ്.
ആ യുവതിക്ക് കാര്യഗൗരവ ബോധമുള്ള യുവതിയാണ്. അവർക്ക് കൃത്യമായി പോലീസിനെ ഇൻഫോം ചെയ്യാമായിരുന്നു. ഒരു വ്യക്തിഹത്യ നടത്തുന്നതിന് മുമ്പ് അവർക്കത് പുനഃപരിശോധിക്കാമായിരുന്നു. എഡിറ്റ് ചെയ്തിട്ട് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം ഞാൻ ഒന്നുമില്ലാതെ ഒന്നും സംഭവിക്കാതെ ഞാനൊന്നും വെറുതെ പറയില്ലല്ലോ എന്ന നാട്യ വാചകമടിയിൽ ഒതുക്കി നിർത്താൻ പാടുള്ളതല്ല ഈ കേസെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം.